എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശകലനത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിനാണ് ഉത്തരം കണ്ടെത്താൻ പോകുന്നത്. ഒരു ഗവേഷണത്തെ അല്ലെങ്കിൽ ഒരു പഠനത്തെ എങ്ങനെയാണ് നമുക്ക് നല്ലത് അല്ലെങ്കിൽ വിശ്വസനീയം എന്ന് പറയാൻ കഴിയുക? നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു ഇൻഫർമേഷൻ ഓവർലോഡിന്റെ കാലത്താണ്, അല്ലേ? ദിവസവും എന്തോരം പഠനങ്ങളും റിപ്പോർട്ടുകളും വാർത്തകളുമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇതിലേതാണ് സത്യം, ഏതാണ് വെറും കെട്ടുകഥ എന്നൊക്കെ തിരിച്ചറിയാൻ ചിലപ്പോൾ നല്ല പാടാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം കിടക്കുന്നത് ആ പഠനത്തിന്റെ അവസാനത്തെ കണ്ടെത്തലിലല്ല, മറിച്ച് ആ കണ്ടെത്തലിലേക്ക് അവർ എങ്ങനെ എത്തിച്ചേർന്നു എന്നതിലാണ്. ശരിക്കു പറഞ്ഞാൽ ആ പ്രോസസ്സ്, ആ ഒരു രീതിശാസ്ത്രമാണ് ഏതൊരു ഗവേഷണത്തിന്റെയും നട്ടെല്ല്. അതുകൊണ്ട് ഒരു പഠനം വിശ്വസിക്കാൻ കൊള്ളുന്നതാണോ എന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാം? അതിനൊരു വഴിയുണ്ട്. നമ്മൾ 5 പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണെന്നല്ലേ? 1. അതിന്റെ പ്ലാൻ അഥവാ രൂപരേഖ. 2. അവരെങ്ങനെ തെളിവുകൾ ശേഖരിച്ചു എന്നത്. 3. അളവുകൾ എത്രത്തോളം കൃത്യമായിരുന്നു. 4. ആ കണ്ടെത്തലുകൾ എത്ര പേർക്ക് ബാധകമാണെന്നത്. പിന്നെ എല്ലാത്തിലും ഉപരിയായി 5ാമത്തേത് അതിന്റെ ധാർമ്മികമായ അടിത്തറ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് വിശദമായി നോക്കിയാലോ? നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ പോയിന്റ് ഗവേഷണത്തിന്റെ രൂപരേഖയാണ്. ഏതൊരു നല്ല യാത്രയും തുടങ്ങുന്നത് ഒരു നല്ല മാപ്പ് വച്ചിട്ടല്ലേ? അതുപോലെ തന്നെയാണ് നല്ലൊരു ഗവേഷണവും. അതിന് വ്യക്തമായൊരു പ്ലാൻ വേണം. അതായത് ഒരു നല്ല ഗവേഷണം വെറുതെ തോന്നിയ പോലെ ചെയ്യുന്ന ഒന്നല്ല, അത് വളരെ സിസ്റ്റമാറ്റിക്കാണ്. എന്ത് ചോദ്യത്തിനാണ് ഉത്തരം കണ്ടെത്തേണ്ടത്, അതിന് എന്ത് വഴിയാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം ആദ്യം മുതലേ ഒരു കൃത്യമായ ധാരണയുണ്ടാകും. അതൊരു ചിട്ടയായ പ്രവർത്തനമാണ്. ഒരു റിസർച്ച് പ്ലാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നോക്കൂ. ആദ്യം ഒരു പ്രശ്നം കണ്ടെത്തുന്നു, പിന്നെ അതിനെ നന്നായിട്ട് വിശകലനം ചെയ്യും. അതിനുശേഷം സാധ്യമായ പരിഹാരങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു. ആ പരിഹാരങ്ങളെല്ലാം ഒന്ന് വിലയിരുത്തി നോക്കിയിട്ട് അതിലേറ്റവും മികച്ചത് തെരഞ്ഞെടുക്കുന്നു. കണ്ടില്ലേ, ഓരോ സ്റ്റെപ്പും ലോജിക്കലായി അടുത്തതിലേക്ക് നയിക്കുകയാണ്. ഓക്കേ, അപ്പോൾ പ്ലാനൊക്കെ റെഡി. ഇനി അടുത്ത ഘട്ടം എന്താണ്? തെളിവുകൾ ശേഖരിക്കലാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് ഒരു പഠനത്തിന്റെ ഹൃദയമെന്ന് തന്നെ പറയാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വ്യത്യാസമുണ്ട്. നല്ല ഗവേഷണം ഒരിക്കലും എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ആരോ പറഞ്ഞു എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. അതെപ്പോഴും യഥാർത്ഥ ലോകത്ത് നിന്ന് നമുക്ക് നേരിട്ട് കാണാനും അളക്കാനും പറ്റുന്ന ഡേറ്റയെ, അതായത് തെളിവുകളെയാണ് ആശ്രയിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എംപിരിക്കൽ എവിഡൻസ് എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഊഹാപോഹങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. അപ്പോൾ ഈ കിട്ടുന്ന തെളിവുകൾക്ക് ചില ഗുണങ്ങളുണ്ടാവണം. ഒന്നാമതായി, അത് ഒബ്ജക്റ്റീവായിരിക്കണം. അതായത് ഗവേഷകന്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളോ അഭിപ്രായങ്ങളോ അതിൽ കലരാൻ പാടില്ല. രണ്ടാമത്, അത് വളരെ സൂക്ഷ്മതയോടെ കൃത്യതയോടെ ശേഖരിച്ചതായിരിക്കണം. പിന്നെ കിട്ടിയ ഡാറ്റയെ കണ്ണുമടച്ച് വിശ്വസിക്കാതെ അതിനെ വിമർശനാത്മകമായി പരിശോധിച്ച് തെറ്റുകളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തണം. ശരി, നമ്മൾ ഡേറ്റ ശേഖരിച്ചു. പക്ഷെ ആ ഡേറ്റ വിശ്വസിക്കാൻ കൊള്ളുന്നതാണോ എന്ന് എങ്ങനെ അറിയും? അവിടെയാണ് 2 പ്രധാനപ്പെട്ട വാക്കുകൾ വരുന്നത്: റിലയബിലിറ്റിയും വാലിഡിറ്റിയും. ഈ വാക്കുകൾ കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. സംഭവം വളരെ സിമ്പിളാണ്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥിരതയാണ്, കൺസിസ്റ്റൻസി. അതായത് നമ്മളൊരു കാര്യം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഒരേ സാഹചര്യത്തിൽ പലതവണ ഉപയോഗിച്ചാലും ഏകദേശം ഒരേ റിസൾട്ട് തന്നെ തരണം. ഒരു നല്ല തെർമോമീറ്റർ പോലെ. ഒരു റൂമിലെ ചൂട് നിങ്ങൾ എത്ര തവണ അളന്നാലും അത് ഒരേ താപനില തന്നെയല്ലേ കാണിക്കുക? അതാണ് റിലയബിലിറ്റി. ഇനി വാലിഡിറ്റി. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ കൃത്യതയാണ്, ആക്യുറസി. നമ്മൾ അളക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണോ ആ ഉപകരണം അളക്കുന്നത് എന്നതാണ് ചോദ്യം. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരാളുടെ ബുദ്ധി അളക്കാൻ ഒരു ടെസ്റ്റ് നടത്തുന്നു എന്ന് വയ്ക്കുക. പക്ഷെ ആ ടെസ്റ്റ് അളക്കുന്നത് അയാളുടെ ഓർമ്മശക്തിയാണെങ്കിലോ? അപ്പോൾ ആ ടെസ്റ്റിന് വാലിഡിറ്റി ഇല്ല എന്ന് നമ്മൾ പറയും. സംഭവം ക്ലിയർ അല്ലേ? ഈ വ്യത്യാസം മനസ്സിലാക്കാൻ ഈ ടാർഗറ്റിന്റെ ചിത്രം നോക്കിയാൽ മതി. ആദ്യത്തെ ചിത്രം കണ്ടോ? എല്ലാ ഷോട്ടുകളും ഒരേ സ്ഥലത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. പക്ഷേ ലക്ഷ്യത്തിൽ നിന്നൊരുപാട് ദൂരെയാണ്. ഇതിനെയാണ് റിലയബിൾ പക്ഷെ വാലിഡ് അല്ല എന്ന് പറയുന്നത്. സ്ഥിരതയുണ്ട് പക്ഷെ കൃത്യതയില്ല. രണ്ടാമത്തേതിലോ, ഷോട്ടുകളൊക്കെ ലക്ഷ്യത്തിനു ചുറ്റുമാണ് പക്ഷെ ചിതറിക്കിടക്കുകയാണ്. അതായത് വാലിഡാണ് പക്ഷെ റിലയബിൾ അല്ല. ഇനി മൂന്നാമത്തെ ചിത്രം നോക്കൂ. എല്ലാ ഷോട്ടുകളും കൃത്യമായി ലക്ഷ്യത്തിൽ തന്നെ കൊണ്ടിരിക്കുന്നു. അതാണ് നമുക്ക് വേണ്ടത്: റിലയബിളും വാലിഡും, സ്ഥിരതയും കൃത്യതയുമുള്ള അളവുകൾ. ഒരു യഥാർത്ഥ ഗവേഷണത്തിൽ ഇതെത്രത്തോളം പ്രധാനമാണെന്ന് നോക്കൂ. ഈ കാണുന്ന പട്ടികയിലെ ഓരോ നമ്പറും ഓരോ ഡാറ്റയും അർത്ഥവത്താകണമെങ്കിൽ അത് അളക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും മാർഗങ്ങളും റിലയബിളും വാലിഡുമായിരിക്കണം. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറുകൾക്കൊക്കെ എന്തു വിലയാണുള്ളത്? അപ്പോൾ നമുക്ക് നല്ല ഡേറ്റയൊക്കെ കിട്ടി. ഇനി അടുത്ത ചോദ്യം വരും: ഈ കണ്ടെത്തലുകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? അതായത് ഒരു ചെറിയ ഗ്രൂപ്പിൽ നടത്തുന്ന പഠനം എങ്ങനെയാണ് ഒരു വലിയ സമൂഹത്തിന് മൊത്തത്തിൽ ഗുണകരമാകുന്നത്? ചിന്തിച്ചു നോക്കൂ. ഒരു രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഒരു പഠനത്തിൽ ഉൾപ്പെടുത്തുക എന്നത് പ്രായോഗികമല്ലല്ലോ.
അതുകൊണ്ട് ഗവേഷകർ എന്തു ചെയ്യും? ആ വലിയ ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കും. ഇതിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. എന്നിട്ട് ആ സാമ്പിളിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ ആ വലിയ ജനവിഭാഗത്തിനും ബാധകമാക്കാൻ ശ്രമിക്കും. ഈ കഴിവിനെയാണ് നമ്മൾ ജനറലൈസബിലിറ്റി അഥവാ സാമാന്യവൽക്കരണം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നോക്കാം. കുട്ടികളിലെ വിളർച്ചയെക്കുറിച്ച് പഠിക്കുന്നൊരു സംഘം ഗവേഷകർ 500 കുട്ടികളെ അവരുടെ പഠനത്തിനായി തിരഞ്ഞെടുത്തു. അപ്പോൾ ഇതാണ് അവരുടെ സാമ്പിൾ. ഇനി ആ 500 കുട്ടികളെ പഠിച്ചപ്പോൾ അവർ ഒരു കാര്യം കണ്ടെത്തി എന്ന് വയ്ക്കുക. ഒരു പ്രത്യേക വിറ്റാമിൻ്റെ കുറവാണ് വിളർച്ചയ്ക്ക് പ്രധാന കാരണം. ഈ കണ്ടെത്തൽ ആ 500 കുട്ടികൾക്ക് മാത്രമല്ല, അവരെപ്പോലുള്ള മറ്റ് 2000 കുട്ടികൾക്കും അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുട്ടികൾക്കും ബാധകമാക്കാൻ കഴിയുമെങ്കിൽ അതാണ് സാമാന്യവൽക്കരണത്തിന്റെ വിജയം. ഇങ്ങനെയാണ് ചെറിയ പഠനങ്ങൾ പോലും വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. സാമാന്യവൽക്കരിക്കാൻ കഴിയുന്നൊരു പഠനമായാലും അത് മൗലികമായിരിക്കണം. അതായത് അത് പുതിയൊരു അറിവ് സമൂഹത്തിന് നൽകണം. നിലവിലുള്ള കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുന്നതിന് പകരം നമ്മുടെ അറിവിന്റെ അതിരുകൾ വികസിപ്പിക്കുന്ന ഒന്നായിരിക്കണം നല്ല ഗവേഷണം. ഇതുവരെ നമ്മൾ സംസാരിച്ച എല്ലാ കാര്യങ്ങളെക്കാളും ഒരുപക്ഷെ പ്രധാനപ്പെട്ട ഒന്നാണ് അടുത്തത്. ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്ത ഒന്ന്. അതാണ് ഗവേഷണത്തിന്റെ ധാർമ്മിക അടിത്തറ, അതിന്റെ എത്തിക്സ്. പ്രധാനമായും 4 തത്വങ്ങളാണ് ഇതിന്റെ അടിസ്ഥാനം. 1. വ്യക്തികളോടുള്ള ബഹുമാനം. 2. അവർക്ക് ഒരു ദോഷവും വരുത്താതിരിക്കുക. 3. അവർക്ക് കഴിയുന്നത്ര പ്രയോജനം ചെയ്യുക. 4. നീതി ഉറപ്പാക്കുക. ഈ 4 തൂണുകളിലാണ് ഏതൊരു നല്ല ഗവേഷണവും കെട്ടിപ്പടുക്കുന്നത്. എന്തിനാണ് ഈ നിയമങ്ങളൊക്കെ ഇത്ര കർശനമാക്കിയതെന്ന് ചോദിച്ചാൽ അതിന് ചരിത്രത്തിൽ ചില കറുത്ത അധ്യായങ്ങളുണ്ട്. മനുഷ്യരെ വെറും പരീക്ഷണ വസ്തുക്കളായി കണ്ട ടസ്കീഗി പോലുള്ള പഠനങ്ങൾ വലിയ ദുരന്തങ്ങൾക്കാണ് വഴിവെച്ചത്. അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനാണ് ബെൽമോണ്ട് റിപ്പോർട്ട് പോലുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ടുതന്നെ ഒരു പഠനത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ അവകാശങ്ങളും ക്ഷേമവും സംരക്ഷിക്കുക. അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരുടെ സമ്മതം വാങ്ങുക. അവരുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കുക. ദോഷങ്ങൾ പരമാവധി കുറച്ച് പ്രയോജനങ്ങൾ കൂട്ടുക. ഇതെല്ലാം ഏതൊരു ഗവേഷകന്റെയും അടിസ്ഥാന കടമയാണ്. അതൊരു ഓപ്ഷനല്ല, അതേറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കട്ടെ. അടുത്ത തവണ നിങ്ങളൊരു പുതിയ പഠനത്തെക്കുറിച്ചോ റിപ്പോർട്ടിനെക്കുറിച്ചോ കേൾക്കുമ്പോൾ അവർ എന്താണ് കണ്ടെത്തിയത് എന്ന് മാത്രം ചോദിക്കരുത്. അതിനു പകരം അവരതെങ്ങനെയാണ് കണ്ടെത്തിയത് എന്നുകൂടി ചോദിക്കണം. ആ ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഓരോരുത്തരും വെറും വായനക്കാരല്ലാതാവും. പകരം വിവരങ്ങളെ തിരിച്ചറിയാനും വിലയിരുത്താനും കഴിവുള്ളവരായി മാറും. നന്ദി.